ഞങ്ങൾ അതിനെക്കുറിച്ച് പ്രാഥമിക വിലയിരുത്തലുകളൊക്കെ ഇന്ന് നടത്തിയിട്ടുണ്ട്. പാർലമെന്റ് ഇലക്ഷൻ്റെ ഉപതെരഞ്ഞെടുപ്പാണ്. പാർലമെന്റ് ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പിന് മുൻപും കേരളത്തിൽ വൻ പോളിംഗ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ നടത്തിയതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് ഈ ഒരു പോളിംഗ് ശതമാനം കോൺഗ്രസ് പാർട്ടിയുടെയോ UDFൻ്റെയോ ഭൂരിപക്ഷത്തെ ഒരു കാരണവശാലും ബാധിക്കുകയില്ല. ഞാൻ പറഞ്ഞ ആത്മവിശ്വാസം കൂടുന്നതല്ലാതെ കുറയത്തില്ല ഈ റിസൾട്ടിൽ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നും നാളെയും കൂടെ ഒരു വിശദമായ മീറ്റിംഗുകൾ നടത്താൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബൂത്ത് ഏജന്റുമാരെയും കൂടി വെച്ചിട്ട് ഞങ്ങളും പരിശോധിക്കും എന്താണ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാനുള്ള സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെന്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു പ്രചരണ രംഗത്ത്. എന്തായാലും അത് മനസ്സിലാക്കും. പക്ഷെ ഞങ്ങളെ ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല.